ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ കംബോഡിയൻ യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇത്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാനൊരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഈ മാനസികമായിട്ട് നല്ല ധൈര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ എപ്പിസോഡ് കാണുന്നതിൽ നിന്ന് ഒഴിവാക്കണം. അത് പറയാൻ കാരണം കംബോഡിയയിൽ 1975 മുതൽ 79 വരെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പോൾ പോട്ട് എന്ന ഒരു ഭരണാധികാരി രാജ്യം ഭരിച്ചിരുന്നു. മനുഷ്യത്വരഹിതമായ പലതും അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഞാൻ ചിത്രീകരിച്ച് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെയാണ് ആ രംഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ രേഖകളും ജീവിച്ചിരിക്കുന്ന രേഖകളും ഉള്ള ഒരു മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വാണിംഗ് കൊടുക്കാൻ കാര്യം. ചിലർ കാണുമ്പോഴത്തേക്ക് ചില നിസ്സാര കാര്യങ്ങൾ പോലും കാണുമ്പോഴത്തേക്ക് ചെറുപക്ഷെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടായേക്കും. അങ്ങനെയുള്ളവർ ഇതിൽ നിന്ന് ഒഴിവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഈ എപ്പിസോഡിൽ നിന്നും അങ്ങനെയുള്ളവർ മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ കോഴത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് അല്പനേരം ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. You want to go inside to see, please head off and zoom off. Yeah, and they sell a flower in front. If you want to buy a flower or bracelet for offering them that they killed by the Khmerus. You see that a million nowadays people were killed by the Khmerus. That's all. And then we walk around in here. You will see the sign for the torture detention place, dark and gloomy detention. The killing field എന്ന് പറഞ്ഞ സാധനമുണ്ട്, killing grave എന്ന് പറഞ്ഞ സാധനമുണ്ട്. killing field എന്ന് പറഞ്ഞിട്ട് ഈ കലാപരിപാടികൾ നടത്തുന്ന സ്ഥലം. grave എന്ന് വെച്ചാൽ അവരെ കുഴിച്ചിടുന്ന സ്ഥലം. അത് രണ്ടും ഇതാണ്. പക്ഷെ രണ്ടും നടന്നത് സ്ഥലത്ത്. ആ ഗൈഡ് പറഞ്ഞ അനുസരിച്ചുള്ള കില്ലിംഗ് ഫീൽഡും കില്ലിംഗ് ഗ്രേവും, അതായത് മനുഷ്യനെ കൂട്ടത്തോടെ കുരുതി ചെയ്യുന്ന സ്ഥലവും കുരുതി ചെയ്ത സ്ഥലവും അവയെ കൂട്ടത്തോട് തന്നെ മറവ് ചെയ്ത സ്ഥലവും, അത് ഇവിടെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ അവരെ, അതായത് സമൂഹത്തിൽ ചിലപ്പം ഒരുവിധം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡുള്ളവരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ കൂടുതൽ ജ്ഞാനമുള്ളവർ, സാധാരണ കൃഷിക്കാരോ അല്ലെങ്കിൽ തൊഴിലാളികളൊന്നും ഈ കാര്യത്തിന് പോകാറില്ലായിരുന്നു. സാമൂഹ്യമായിട്ട് സ്വല്പം കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ അദ്ദേഹം വിളിച്ചു വരുത്തും. വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യത്തേക്ക് അയച്ച് കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ വരുത്തുകയും എന്നിട്ട് അയാളെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അയാളിൽ നിന്ന് നാട്ടിൽ ആരൊക്കെ ഈ കമ്മ്യൂണിസത്തിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്, ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവരിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് അദ്ദേഹം രേഖകൾ സംഘടിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ആ പേര്, ചിലപ്പോൾ ചിലരുടെ പേര് മാത്രമേ എടുത്തുള്ളൂ, ആ നാട്ടിൽ ചെന്നിട്ട് ആ പേരുള്ളവരെല്ലാവരും വിളിച്ചുകൊണ്ട് വരും. പിടിച്ച് കസ്റ്റഡിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ഫാമിലി ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു ഈ ഭരണാധികാരിയുടെ പ്രധാന വിനോദം. അങ്ങനെ കൊല്ലപ്പെട്ടവരുടെയാണ് ഈ തലയോട്ടികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് മറ്റൊരു വിനോദം അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചെയ്തിട്ടിരിക്കുന്ന എല്ലാ കൊലകൾക്കും രേഖകളുണ്ടാക്കി അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ഫോട്ടോകളെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ഒരു അദ്ദേഹത്തിൻ്റെ വിനോദമായിരുന്നു. ചെയ്ത കൊലപാതകങ്ങൾക്കെല്ലാം ഒരു തെളിവുണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിനോദങ്ങളിൽപ്പെട്ടതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തലയോട്ടികൾ ഓരോരോ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ളതാണ്. സ്ത്രീകളുടെ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്, കുട്ടികളുടെ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്, പ്രായമായവരുടെ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സമൂഹത്തിൽ കൂടുതൽ വില കൽപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരുടെ എല്ലാം പ്രത്യേകം ഓരോരോ തലയോട്ടികൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, 60 വയസ്സിന് മേളിലുള്ള ആളുകളുടെ തലയോട്ടിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു. പക്ഷേ 4 വർഷക്കാലമേ ഉണ്ടായിരുന്നുണ്ട് കംബോഡിയ ഇദ്ദേഹം ഭരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദാരുണമായിരുന്നു. വളരെ പരിതാപകരമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതുപോലെ നമുക്ക് എന്തായാലും തൽക്കാലം ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം.
By anyway. Yeah, you see, they put them in the can, fill with water, put them inside. Yeah, below. വായിൽ കുറച്ചിരിക്കുന്നു ജീവനോടെ. നമ്മളിപ്പോൾ കാണുന്നതാണ് തടവുകാർ എന്ന് അദ്ദേഹം ആരോപിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പീഡിപ്പിച്ചിരുന്ന സ്ഥലം. ഓരോ വ്യക്തികൾക്കും താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കിയാൽ അറിയാം, ഒന്ന് നിന്ന് തിരിയാൻ പോലുമുള്ള സൗകര്യം അതിനകത്തില്ല. ഇതിനകത്തായിരിക്കും ഒരാളെയോ രണ്ടാളെയോ താമസിപ്പിക്കുക. അത് മാത്രമല്ല, മലമൂത്ര വിസർജനങ്ങൾ കൂടി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വേണം അവർ ചെയ്തു തീർക്കേണ്ടത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭീകരതയും നിശബ്ദതയാണ്. നമുക്ക് സൗണ്ട് പോലും വെളിയിട്ട് വരത്തില്ല. അത്രയ്ക്ക് നിശബ്ദമായിട്ട് മാത്രമേ നമുക്കിതൊക്കെ കണ്ടു തീർക്കാൻ പോലും കഴിഞ്ഞിരുന്നുള്ളൂ. ഇതേ രീതിയിലുള്ള ഉടുക്ക് റൂമുകളിലാണ് അദ്ദേഹം ഈ നിരപരാധി എന്നപ്പോൾ നമുക്ക് പറയാൻ ഒക്കുമോ? അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കുറ്റവാളികൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന ഇവിടെയാണ്. ഇവിടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി കൊല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു വിനോദം. അതായത് ഏത് രീതിയിൽ മനുഷ്യനെ വേദനിപ്പിച്ച് കൊല്ലാം, അതേ രീതിയിലാണ് അദ്ദേഹം കൊന്നിരുന്നത്. ഒരു ആൾക്കാരെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് അടിച്ചു കൊല്ലുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതായത് ഒരു ഫാമിലിയുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ അല്ലെ ഗൃഹനാഥനെ മർദ്ദനങ്ങൾക്കെതിരെയായിട്ട് അയാൾ കൊല്ലും. ഭാര്യയെ തലയ്ക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള വസ്തുക്കൾ വെച്ച് അടിച്ചു കൊല്ലും. കുട്ടികളെ അദ്ദേഹം മരത്തിൽ അടിച്ചു കൊല്ലും. ഒരു പ്രത്യേക മരം അതിനുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ആ മരത്തിൽ അടിച്ചു കൊല്ലും. അതിനോടൊപ്പം തന്നെ ഒരു മരം അവിടെ പ്രത്യേകം ഉണ്ടായിരുന്നു, ഒരു സ്പീക്കർ വെച്ച്. കാരണം ഈ കൊല്ലുന്ന സമയത്ത് ആൾക്കാരുടെ ശബ്ദം വെളിയിൽ വരുന്നത് പുറം ലോകം കേൾക്കാതിരിക്കാൻ വേണ്ടി സ്പീക്കർ വെച്ച് അദ്ദേഹം സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. അതിനുള്ളൊരു പ്രത്യേക മരം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് വളരെ അദ്ദേഹത്തിന് വിനോദം. ഇതൊക്കെ തന്നെയായിരുന്നു. മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. രാസപ്രയോഗത്തോടെയും അദ്ദേഹം ആൾക്കാരെ കൊന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ സഹിക്കാവുന്നേ ഉള്ളൂ. അതിനേക്കാൾ ക്രൂരമല്ലേ ഒരാളെ അടിച്ചു കൊല്ലുക, തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞു. Yeah, this is a young but the old one, very short. നമ്മൾ ആ പടത്തിൽ കണ്ടില്ലേ മാസ് ഗ്രേവ്, അതുപോലത്തെ ഒരു മാസ് ഗ്രേവ്. This is a mass grave. You see 450 victims. The one grave. Inside about 5 meter deep inside. And 10 meter long, 3 meter wide. They But will you prepared see, like this or no, not prepare open. It was This open is the prayer for the new government. Open, you see inside all the original one. They will not cover it. 450 പേരെ ഒന്നിച്ച് കൊന്ന സ്ഥലമാണ്. വിയറ്റ്നാമിൽ കണ്ട അത് തന്നെയൊക്കെയാണ് ഇത് കുഴികളൊക്കെ ബോംബ് വീണ കുഴികളാണോ? അല്ലല്ല, ഇത് ദഹിപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ ചുട്ടുകുഴിച്ച് മൂടിയിട്ടിരിക്കുന്ന കുഴികളാണ്. അത് ഒന്നിച്ചു കൂട്ടത്തോടെ ജീവനോടെയും ജീവനില്ലാതെയും. ചത്തതൊക്കെ ഭാഗ്യന്മാർ, ചാവാത്തത് അല്ലാതെ ചാകും. ഭൂമിയുടെ അടിയിൽ കിടന്നു ശ്വാസം മുട്ടി. അങ്ങനെ ചെയ്തവരാണ് സ്ഥലമാണിത്. അവിടെ നിന്നും ഒന്നിച്ച് കൊലപ്പെടുത്തുക, ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുക. അതൊന്നുമല്ല, അത് പല്ല് തന്നെ. പല്ലിന്റെ ആ വെള്ള ഭാഗമാണ് ക്രൗൺ, നമ്മൾ വെളിയിൽ കാണുന്നത്. ആ താഴോട്ടുള്ളതാണ് ഒന്നിച്ച് കൊല ചെയ്ത് ഒന്നിച്ച് കുഴിച്ചു മൂടപ്പെട്ട സ്ഥലത്ത് നിന്നും പ്രകൃതി ഇത് ചീത്തയാവത്തില്ല. തന്നിരിക്കുന്ന ചില തെളിവുകൾ, ജീവിച്ചിരിക്കുന്ന ചില തെളിവുകളാണിത്. ഒരെണ്ണം എടുക്കണോ ഒരു പല്ല്? വേണ്ടായി. കവി സാറെ ഒരെണ്ണം അങ്ങ് നല്ലതായിട്ടൊന്ന് ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം ആ മതി. ആ അതാണ് ക്രൗൺ, താഴോട്ട് റൂട്ട്. സ്ത്രീകളെയും കുട്ടികളെയും നഗ്നരാക്കി കൊണ്ടുവന്ന് ഒരുമിച്ച് കൊല ചെയ്യപ്പെട്ട കൊന്ന സ്ഥലമാണിത്. ഈ കാണുന്ന വൃക്ഷത്തെ ഒന്ന് ശ്രദ്ധിച്ചാലും ഈ വൃക്ഷത്തിലാണ് ആ കുഞ്ഞുങ്ങളെ അടിച്ചു കൊന്നത്.
സ്ത്രീകളെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് തലയ്ക്ക് അടിച്ച് എന്തെങ്കിലും കാരണം കൊണ്ട് തലയടിച്ചു കൊല്ലും. കുട്ടികളെ ആ മരത്തിൽ അടിച്ചു കൊല്ലുമായിരുന്നു. വെച്ചടിക്കും, ചുറ്റി വെച്ചടിക്കും, അല്ലെങ്കിൽ ആക്സ് വെച്ചടിക്കും. എന്നിട്ട് അമ്മയെ കൂടി ഇതിനകത്ത് കിട്ടും. ശത്രുക്കളുടെ കണക്കൊന്നുമില്ല, കൊന്ന് അവസാനിക്കാന്നുള്ളതാണ് കണക്കായിരുന്നു. ശത്രുക്കളല്ലേ അല്ല ഇപ്പൊ കുട്ടികളൊക്കെ എവിടെ തീർക്കണം, അല്ലെങ്കിൽ അമ്മമാരും കുട്ടികളൊക്കെ ഒരു കുടുംബത്തെ ഒരു ഏരിയയിലത്തെ ഗ്രാമത്തിലത്തെ എല്ലാവരും ശല്യക്കാരാന്നൊരു തോന്നി കൊടുത്ത് കളിക്കുന്ന എല്ലാവരും അവർ ചെയ്തേ. ഈ മരം എല്ലാം സഹിച്ചത് ഇതിന് കഴിഞ്ഞു. ചിപ്ലാവിന് കഥകൾ ഒരുപാട് പറയാനുണ്ട്. സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പലതും നമുക്ക് നേരിട്ടറിയാമായിരുന്നു. ക്രൂരകൃത്യങ്ങളുടെ ചിത്രീകരണം തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ അതുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.